വെൽക്കം ടു പോളാർ ഗ്രാമർ ക്ലാസ്. ടുഡേ വി ഹാവ് സെക്കൻഡ് പാർട്ട് ഓഫ് ടാഗ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് കടക്കുക. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്ന് നമ്മൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്ന ടാഗിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. In a simple request, whether it is positive or negative, the tag is always will you. ഒരു സിമ്പിൾ റിക്വസ്റ്റിൽ ആ സിമ്പിൾ റിക്വസ്റ്റ് ഒന്നുകിൽ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഏത് തന്നെ ആയാലും അതിൻ്റെ ടാഗ് വിൽ യു ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പ്ലീസ് ലെൻഡ് യുവർ ബുക്ക്, വിൽ യു. പ്ലീസ് ഡോണ്ട് ഗോ എവേ, വിൽ യു. അപ്പോൾ അവിടുത്തെ നമ്മൾ ആക്സിലറി വെർബും സബ്ജക്റ്റും ഒന്നും നോക്കണ്ട, അതിൻ്റെ ടാഗ് വിൽ യു ആയിരിക്കും. ഇനി മറ്റൊരു ഒക്കേഷൻ, ഇൻ ആൻ ഇൻവിറ്റേഷൻ ഓർ സജഷൻ ദ ടാഗ് മേ എയ്തർ വിൽ യു ഓർ വോണ്ട് യു. ഒരു ഇൻവിറ്റേഷനോ സജഷനോ വന്നു കഴിഞ്ഞാൽ അവിടെ ടാഗ് വിൽ യു ആകാം, അല്ലെങ്കിൽ വോണ്ട് യു ആകാം. ഒരു അർജൻസി സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് വോണ്ട് യു ആണ്, അല്ലെങ്കിൽ വിൽ യു. ഫോർ എക്സാമ്പിൾ, ഹാവ് സം മോർ കോഫി, വിൽ യു. പ്ലീസ് കം ടുമാറോ, വോണ്ട് യു. അത് അർജൻസിയെ സൂചിപ്പിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മളവിടെ വോണ്ട് യു ഉപയോഗിച്ചത്. ഇനി മറ്റൊരു സന്ദർഭം നോക്കാം. ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും ഷോൾ ബി ആയിരിക്കും. എ സജഷൻ ബിഗിനിങ് വിത്ത് ലെറ്റസ്, ദ ടാഗ് ഈസ് ഷോൾ ബി. അപ്പം ഒരു സെൻറ്റൻസ് ലെറ്റസിൽ ഓർ ലെറ്റ്സിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് എപ്പോഴും ഷോൾ ബി ആയിരിക്കും. ലെറ്റസ് ഗോ ഫോർ എ വോക്ക്, shall be. Let us have a dinner, shall be. In a command, tag is can't you. ഒരു കമാൻഡില എപ്പോഴും ടാഗ് can't you ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കീപ് ക്വയറ്റ്, can't you. ഗെറ്റ് ഔട്ട്, can't you. അപ്പോൾ കമാൻഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ടാഗ് എപ്പോഴും can't you ആയിരിക്കും. ഇനി നമുക്ക് ടാഗിൽ സബ്ജക്റ്റിൽ വേരിയേഷൻ വരുമ്പോൾ ടാഗിനകത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് എവരി വൺ ഓർ എവരിബഡി, ദ ടാഗ് ഈസ് ദേ. ടാഗിൻ്റെ അവസാനം വരുന്നത് ദേ ആയിരിക്കും വേർഡ്. സബ്ജക്റ്റ് എവരി വൺ ആയാലും എവരിബഡി ആയാലും നമ്മൾ ടാഗിന് ശേഷം ടാഗിൻ്റെ അവസാനം വരുന്ന വേർഡ് ദേ ആയിരിക്കും. എവരി വൺ വാസ് ഹാപ്പി, വേറെൻറ്റ് ദേ. ഈ സെൻറ്റൻസിൽ എവരി വണ്ണിന് ശേഷം വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് വാസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞല്ലോ അവസാനത്തെ വേർഡ് ദേ ആയിരിക്കുമെന്ന്. അപ്പോൾ അവസാനത്തെ വേർഡ് നമുക്ക് ദേ ആണ്. ദേയുടെ കൂടെ നമ്മൾ വാസ് ഉപയോഗിക്കത്തില്ല, അതുകൊണ്ടാണ് അവിടെ വേറ്. പിന്നെ സബ്ജക്റ്റ് സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവാണ്. അങ്ങനെയാണ് വേറെൻറ്റ് ദേ വന്നത്. അടുത്ത സെൻറ്റൻസ്, എവരിബഡി വാസ് സ്റ്റാൻഡിങ് അപ്പ്, വേറെൻറ്റ് ദേ. മറ്റൊരു സെൻറ്റൻസ്, എവരിബഡി സ്റ്റുഡ് അപ്പ്, ഡിഡിൻറ്റ് ദേ. അടുത്തത്, none of followed by a plural noun, the tag ending with the word they. none of ന് ശേഷം പ്ലൂറലാണ് വരുന്നതെങ്കിൽ, none of the students, none of the boys, ഇങ്ങനെ ഒരു പ്ലൂറലാണ് വരുന്നതെങ്കിൽ ടാഗിൽ അവസാനത്തെ വേർഡ് they ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, none of the students came late, ഡിഡ് they ആണ് ഉപയോഗിച്ചത്. none of the students ആണ്, അപ്പം they വരും. പിന്നെ കെയിം ലേറ്റ് ആണ്. കെയിം എന്നുള്ളതാണ് അവിടെ വെർബ്, പക്ഷേ അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ കെയിമിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് പ്ലസ് കം ആക്കുന്നു. അങ്ങനെയാണ് ഡിഡ് ദേ. നൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ള സെൻറ്റൻസ്, നൺ ഓഫ് ദി സ്റ്റുഡൻസ് കെയിം ബാക്ക് എന്ന സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവാണ്. നൺ ഓഫ് ദി സ്റ്റുഡൻസ് കെയിം ബാക്ക്, ഡിഡ് ദേ. നൺ ഓഫ് അസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഉപയോഗിക്കുന്ന വേർഡ് വി ആയിരിക്കും. നൺ ഓഫ് അസ് ന്യൂ ഹിം, ഡിഡ് വി. അതുപോലെ തന്നെ സം ഓഫ് അസ് വന്നു കഴിഞ്ഞാലും ടാഗിൽ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ വേർഡ് വി ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻ മാർക്കിന് തൊട്ട് മുന്നിലുള്ള വേർഡ് വി ആയിരിക്കും. സം ഓഫ് അസ് ആർ ആബ്സെൻറ്റ്, ആറിൻറ്റ് വി. സം ഓഫ് അസ് ആർ ആബ്സെൻറ്റ്, ആറിൻറ്റ് വി. ഇവിടെ സം ഓഫ് അസ് വരുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ടാണ് ആറിൻറ്റ് വന്നത്, ടാഗിൽ നെഗറ്റീവ് വന്നത്. ഇനി മറ്റൊരു സെൻറ്റൻസ്, some of you is followed by you in the tag. some of you വന്നു കഴിഞ്ഞാൽ ടാഗിൽ അവസാനത്തെ വേർഡ്, അതായത് ക്വസ്റ്റ്യൻ മാർക്കിന് തൊട്ട് മുന്നിലുള്ള വേർഡ് യു ആയിരിക്കും. some of you is followed by you in the tag. ടാഗിൽ
സം ഓഫ് യു വന്നു കഴിഞ്ഞാൽ അവസാനം ടാഗിൽ ക്വസ്റ്റ്യൻ മാർക്കിന് തൊട്ട് മുന്നിലുള്ള വേർഡ്, അതായത് ടാഗിൻ്റെ അവസാനത്തെ വേർഡും യു ആയിരിക്കും. സം ഓഫ് യു ആർ ഇന്ത്യൻസ്, ആറിൻറ്റ് യു? ഓക്കെ, അപ്പോൾ ടാഗ് നമ്മൾക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. ഓക്കെ.